ഇടിച്ചക്ക ഒരു വർഷത്തോളം ഫ്രഷ് ആയി സൂക്ഷിക്കാനുള്ള 2 രീതികളാണ് കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം ഇടിച്ചക്ക ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം വെന്ത് പോവരുത്. ഒരു 3 മിനിറ്റ് മാത്രം മതി. ഇനി ഇത് കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം ഇത് സിപ്ലോ കവറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ എയർ ഒക്കെ നല്ലപോലെ കളഞ്ഞ ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറേ നാള് കേടുകൂടാതിരിക്കും. ഇനി രണ്ടാമത്തെ രീതിക്കായിട്ട് ഇത് ആ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ചക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 90% ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് കിട്ടണം. അധികം വെന്ത് പോകരുത്. ഇനി വെന്ത് വരട്ടെ. നമ്മുടെ ചക്ക ഇതാ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അധികം വെന്ത് പോകരുത് കേട്ടോ. ഇനി ഇതിന്റെ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി വന്ന ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ രീതി. അപ്പോൾ ഇതാ സിപ്ലോ കവറിലേക്ക് ചക്ക കഷ്ണങ്ങളൊക്കെ മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ എയർ ഒന്ന് നല്ലപോലെ കളഞ്ഞ ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു വർഷം കഴിഞ്ഞാലും കേടൊന്നും വരില്ല. നമുക്ക് തോരനോ കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം. ഇതിന്റെ മുഴുവൻ വില റിലേറ്റഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്.